ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഓവർസിയർ ലൈൻമാൻ എക്സാംസിന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാണ്. അതിനകത്തുനിന്ന് സെൽസ് ആൻഡ് ബാറ്ററീസിലെ ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ബക്ലിംഗ് എഫക്ട് ഇൻ സെൽസ്. 3 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓവർ ചാർജിങ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഓഫ് ബാറ്ററി ഇൻ ഡിസ്ചാർജ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കറന്റ് ഇൻ പ്ലേറ്റ്സ്. ഈ 3 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 1 ഓൺലി, ഓപ്ഷൻ സി 2 ഓൺലി, ഓപ്ഷൻ ഡി 1, 2 and 3. 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബക്ലിംഗ് എഫക്റ്റിന്റെ റീസൺ എന്ന് പറയുന്നത് ഓവർ ചാർജിങ്, continuous operation of battery in discharge, non-uniform distribution of current in plates. ഇത് മൂന്നും ബക്ലിംഗിന്റെ റീസൺസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, electroplating is based on option A heating effect of electricity, option B chemical effect of electricity, option C physical effect of electricity, option D magnetic effect of electricity. So correct answer is electroplating is based on chemical effect of electricity, option B. Question number 3. From the given cells, identify the cell that can be recharged. Cells രണ്ട് ടൈപ്സ് ആണ് ബേസിക്കലി ഉള്ളത്, പ്രൈമറി സെൽസ് ആൻഡ് സെക്കൻഡറി സെൽസ്. ഇതിൽ പ്രൈമറി സെൽസ് റീചാർജബിൾ അല്ല, സെക്കൻഡറി സെൽസ് ആണ് റീചാർജബിൾ. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെൽ ഏതാണെന്നാണ്. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ സെക്കൻഡറി സെല്ലാണ് കണ്ടുപിടിക്കുന്നത്. ഓപ്ഷൻ എ ലെഗ്രാൻഷ്യൻ സെൽ, ഓപ്ഷൻ ബി ഗാൽവാനിക് സെൽ, ഓപ്ഷൻ സി ലെഡ് ആസിഡ് സെൽ, ഓപ്ഷൻ സി ഓപ്ഷൻ ഡി സിങ്ക് ക്ലോറിൻ സെൽ. സോ ഇതില് ലെഡ് ആസിഡ് സെൽ ഒഴിച്ച് ബാക്കിയൊക്കെ പ്രൈമറി സെൽസ് ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ലെഡ് ആസിഡ് സെൽ റീചാർജ് ചെയ്യാൻ പറ്റുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പോയിന്റ്സ് എ ആൻഡ് ബി if the internal resistances are same for all the cells. ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. അതിൽ രണ്ട് സെൽസ് 5 വോൾട്ടിലുള്ള രണ്ട് സെൽസ് പാരലലായി കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് സീരീസ് ആയിട്ട് 10 വോൾട്ടിലുള്ള ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാരലൽ കണക്ഷൻ സെൽസിൽ എപ്പോഴും അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. 5 വോൾട്ട് രണ്ട് സെൽസ് പാരലലായിട്ട് കണക്ട് ചെയ്താലും ടോട്ടൽ വോൾട്ടേജ് 5 വോൾട്ട് തന്നെയായിരിക്കും. ഈ 5 വോൾട്ടിനെ 10 വോൾട്ട് ആയിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് അക്രോസ് ദ ടെർമിനൽസ് എ ആൻഡ് ബി വിൽ ബി 10 + 5 15 വോൾട്ട്. Correct answer is option D, 15 volt. Question number 5. From the following, identify the nature of fully charged cell. Statements വായിക്കാം. First statement, gassing at the both plates of cell. Second statement, voltage raise of the cell. Third statement, specific gravity of the electrolyte decreases. Option A 1 and 2 only, option B 1, 2 and 3, option C 1 and 3 only, option D 3 only. So correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സ്റ്റേറ്റ്മെന്റ്സ് 1 and 2 only. അതായത് ഫുള്ളി ചാർജ്ഡ് സെല്ലിന്റെ നേച്ചർ എന്ന് പറയുന്നത് ആ സമയത്ത് ഗ്യാസിങ് ബോത്ത് പ്ലേറ്റ്സ് ഓഫ് സെൽ ഉണ്ടാവും, അതുപോലെ വോൾട്ടേജ് റേസ് ഓഫ് ദ സെല്ലും ഉണ്ടാവും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Question number 6. The defect that occurs in simple electric cells due to accumulation of hydrogen gas around the positive electrode. Option A local action, option B polarization, option C amalgamation, option D depolarization. Correct answer is option B polarization. Question number 7. The capacity of a storage cell is expressed in options. Option A ampere, option B farad, option C ampere hour, option D none of these. Storage cell in the capacity express ചെയ്യുന്നത് ampere hourലാണ്. Correct answer is option C. Question number 8. Which of the following act as depolarizer in Lagrange cell? Option A NH4Cl, option B Mn2O3, option C MnO2, option D KOH. ഡീപോളറൈസർ ആയിട്ട് ലഗ്രാൻഷ്യൻ സെല്ലിൽ ആക്ട് ചെയ്യുന്നത് ഏതാണ്? മാംഗനീസ് ഡയോക്സൈഡ് ആണ്. ഇതിന്റെ കെമിക്കൽ ഫോർമുലയും കൂടെ അറിഞ്ഞിരിക്കണം. MnO2. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി
Question number 9. The capacity of a storage cell is 2.5 ampere hour. What is the maximum current that can supply for half hour? Option A 0.5 ampere, option B 1.8 ampere, option C 2.5 ampere, option D 5 ampere. സ്റ്റോറേജ് സെല്ലിന്റെ കപ്പാസിറ്റി ആംപിയർ അവറിൽ തന്നിട്ടുണ്ട്. അത് 2.5 ആംപിയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് ആണ്. സോ ആംപിയർ അവറിന് കറണ്ട് കണ്ടുപിടിക്കാൻ ആംപിയർ അവറിന് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ടൈം തന്നിട്ടുള്ളത് ഹാഫ് അവർ ആണ്. അപ്പൊ 2.5 ആംപിയർ അവർ ഡിവൈഡ് ബൈ ഹാഫ് അവർ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് കിട്ടും. അതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 5 ആംപിയർ, ഓപ്ഷൻ ഡി. Question number 10. Sedimentation in lead acid cell occurs due to option A overcharging at high rate, option B slow charging at low rate, option C over discharging, option D non-utilization for longer periods. Correct answer is option A overcharging at high rates. Question number 11. Electrochemical equivalent is usually expressed in option A milligrams per coulomb, option B milligrams per kilowatt, option C milligrams per volt, option D milligrams per kVAR. Electrochemical equivalent express ചെയ്യുന്നത് milligrams per coulombിലാണ്. Answer is option A. Question number 12. The capacity of a dry cell is option A not affected by the type of discharge, option B more when it supplies current continuously, option C more when it supplies current intermittently, option D none of this. Correct answer is option C. Capacity of a dry cell is more when it supplies current intermittently. Question number 13. In a lead acid cell, on discharging, both the blades change and become option A lead hydroxide, option B lead peroxide, option C lead oxide, option D lead sulfate. സോ ആ ഒരു lead acid സെല്ല് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ രണ്ട് പ്ലേറ്റ്സ് എന്തായി മാറും? ഇവിടെ എന്താ ഉണ്ടാവുക? lead sulfate ആണ് ഉണ്ടാവുക. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Question number 14. In electrolysis, the positive electrode is called option A cathode, option B terminal, option C anode, option D glass jar. Electrolysis positive electrode is called anode. Question number 15. What is the average EMF of Leclanché cells? Option A 2 volt, option B 1.12 volt, option C 1.5 volt, option D 1.3 volt. Correct answer is average EMF of Leclanché cell is 1.5 volt. Option C. Question number 16. What is the total output voltage if 5 cells of 1.5 volt are connected in parallel? Option A 7.5 volt, option B 1.5 volt, option C 5 volt, option D 8 volt. 5 cells of 1.5 volt പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സെൽസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താലും അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പം ഇവിടെ 1.5 വോൾട്ടിന്റെ 5 സെൽസ് ആണ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. എന്നാലും അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 1.5 വോൾട്ട് തന്നെയായിരിക്കും. സോ ഓപ്ഷൻ ബി. Question number 17. Which one of the harmful gas evolutes at the time of charging a lead acid battery? Option A neon, option B oxygen, option C nitrogen, option D hydrogen. Harmful gas ഏതാണ്? lead acid battery ചാർജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത് ഹൈഡ്രജൻ ആണ്. ഓപ്ഷൻ ഡി. 18. What is the method of charging the battery is called when the battery is charged at very low rate? Option A constant voltage method, option B trickle charge method, option C constant current method, option D diode method. Answer is option D trickle charge method. Question number 19. The bending of electrode of lead acid cell due to overcharging and discharging improper electrolyte and temperature is known as option A sulfation, option B sedimentation, option C buckling, option D local action. ഇത് ആദ്യമേ മുന്നേ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് കൊടുത്തത്. ഇത് അതിന്റെ എഫക്റ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ.
അപ്പം എന്താണ് ആൻസർ? ഓപ്ഷൻ സി ബക്ലിംഗ്. Question number 20. The material used as negative electrode in lithium cell is option A lithium, option B carbon, option C zinc, option D graphite. Correct answer is lithium cell negative electrode in zinc ആണ് option C. Question number 21. ECE stands for option A electrovalent chemical equivalent, option B electrochemical equivalent, option C electrolysis cathode equivalent, option D electrocardio equivalent. ECE എന്ന് പറഞ്ഞാൽ എന്താണ്? Electrochemical equivalent. Answer is option D. So ഇത്രയും questions ആണ് cells and batteries എന്ന് ഡിസ്കസ് ചെയ്തത്. Thank you.